സാധാരണ 7 സീറ്റ് വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്ക് റോ സീറ്റിന് ലെഗ് സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നെ പോലെ ഇത്രയും ഹൈറ്റുള്ള ഒരാൾ ഇരുന്നിട്ട് പോലും ലെഗ് സ്പേസ് എൻ്റെ കാല് ഈ മുമ്പിലെ സീറ്റിനകത്ത് തട്ടുന്നില്ല. ഇത്രയും സ്പേഷ്യസ് ആയിട്ടൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനം ഹോണ്ടയുടെ ഒരു വാഹനം തന്നെയാണ്. അത് ഹോണ്ട മൊബീലിയോ എന്നുള്ള വാഹനം. ഇത്രയും ബാക്ക് റോക്ക് സ്പേസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിനകത്ത് കിടക്കുന്നത്. ടൊയോട്ടയുടെ വാഹനങ്ങളിൽ പോലും ഇത്രയും സ്പേസ് എനിക്ക് തോന്നുന്നു കിട്ടുന്നില്ല എന്നുള്ള. ഏറ്റവും കൂടുതൽ ബാക്ക് റോയിൽ 7 സീറ്റ് പർപ്പസിന് ഇൻറ്റീരിയർ സ്പേസ് ഉള്ളൊരു വാഹനമാണ് ഹോണ്ടയുടെ മൊബീലിയോ എന്ന വാഹനം. 2 കിടിലൻ മൊബീലിയോ വാഹനങ്ങളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ചെരുപ്പം കൂരിയിട്ടിട്ടാണ് വാഹനത്തിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. 2 കിടിലൻ മൊബീലിയോ വാഹനങ്ങൾ, അതും ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2014 മോഡലിൽ നിൽക്കുന്ന എസ് എന്ന വേരിയന്റിൽ KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ തലസ്ഥാന നഗരിയിലെ വാഹനമാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിനിൽ 20 കിലോമീറ്റർ നമുക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. അതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% അപ്പോളുടെ ടയേഴ്സ് കിടക്കുന്നു. എവിടെയും കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളും ഒന്നുമില്ല. ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്കും കാര്യങ്ങളും ഒന്നും വരാത്ത നല്ല അടിപൊളി കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഇൻറ്റീരിയറിലൊക്കെ അത്യാവശ്യത്തിലധികം സ്പേസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു ഹോണ്ടയുടെ പ്രൊഡക്റ്റാണ് ഹോണ്ട മൊബീലിയോ. സർവീസ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം സാധാരണഗതിയിലായിട്ട് മറ്റുള്ള വാഹനങ്ങളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് തന്നെ പറയാം. ഹൈ ഡിടെക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും നല്ല എഞ്ചിൻ ലോങ് ലൈഫിലേക്ക് എഞ്ചിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വാഹനം നല്ല രീതിയിൽ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും അതേപോലെ ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് 2014 മോഡലിൽ നിൽക്കുന്ന ഹോണ്ട മൊബീലിയോ എസ് എന്ന വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. മറ്റൊരു മൊബീലിയോ കൂടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, വൈറ്റ് കളർ. ഈ സിൽവർ കളർ നിങ്ങൾക്ക് അത്ര പറ്റില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ നിൽക്കുന്ന KL67 രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു മൊബീലിയോ കൂടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതും 2014 എസിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ്. വി എന്ന വേരിയൻ്റിൻ്റെ വാഹനമാണിത്. അലോയ് വീൽസ് തുടങ്ങിയിട്ടുള്ള എക്സ്ട്രാ കുറച്ച് അഡീഷണൽ ആക്സറീസും കൂടി ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സെയിം എഞ്ചിൻ ഐ ഡി ടെക് എഞ്ചിനിൽ നിന്ന് വാഹനം. ഇതും 20 കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. നല്ല യാത്രാ കംഫർട്ടോ കാര്യങ്ങളെല്ലാം കിട്ടുന്ന 1 lakh സംതിങ് കിലോമീറ്ററുള്ള പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ട് നല്ല സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,50,000 രൂപയ്ക്ക്. എസ് എന്ന വേരിയന്റിൽ 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,25,000 രൂപയ്ക്ക്. ഡീസൽ എഞ്ചിനിൽ നല്ല പെർഫോമൻസ് നല്ല മൈലേജും ഉള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ 7 സീറ്റ് പർപ്പസിന് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന നല്ല കംഫർട്ടും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മറ്റു വാഹനങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് വാഹനങ്ങളാണ് ഈ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.